ഹായ് ഡിയേഴ്സ്, പുസ്തകം വെറുതെ വായിച്ച് ടൈം കളയുന്ന വ്യക്തികളാണോ നിങ്ങൾ? ഞാൻ പുസ്തകവും നോട്ട്ബുക്കും എല്ലാം നല്ലതുപോലെ വായിച്ചു പഠിച്ചിട്ടുണ്ട്. പക്ഷെ എക്സാം ടൈമിൽ എനിക്ക് പേപ്പറിൽ എഴുതാൻ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത്. സോ നമ്മുടെ സ്റ്റഡി മിസ്റ്റേക്സ് എവറി സ്റ്റുഡൻസ് ഡൂയിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഇതിൽ നമ്മൾ എടുത്തു പറയുന്ന തെറ്റ്, നിരന്തരമായിട്ട് നമ്മൾ മണിക്കൂറുകളോളം പുസ്തകം വായിച്ചു പഠിക്കുന്നു. പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് പേപ്പറിൽ എഴുതാൻ ഒന്നും ഓർമ്മ വരുന്നില്ല. സോ ചുമ്മാ വായിച്ചു പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ഈ ഒരു ടിപ്പ് നിങ്ങൾ അതിന് പകരം ഒന്ന് ചെയ്തു നോക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ഒരു കാര്യം മറന്നുപോകാതെ പേപ്പറിൽ എഴുതാനായിട്ട് പറ്റും. മണിക്കൂറുകളോളം ഒരു നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു പോർഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ബുക്ക് ക്ലോസ് ചെയ്യുക, നിങ്ങൾ സ്വയം ചോദ്യം ചോദിച്ച് പഠിക്കുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു നോട്ടോ ടെക്സ്റ്റോ ഏതെങ്കിലും ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ബുക്ക് ക്ലോസ് ചെയ്യുക. ആ പോർഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചോദിക്കുക. ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണാതെ പറയാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം കാണാതെ പറയാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ ടാക്കിൾ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റോപ്പായി പോകുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടി വായിക്കുക, അല്ലെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടി പഠിക്കുക, ദെൻ വീണ്ടും പറഞ്ഞു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണോ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതും നന്നായി കാണാതെ പറയാനായി പറ്റുന്നതും അത്രയും ടൈം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 1-2 റിവിഷനിൽ തന്നെ അത് ടാക്കിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാം ടൈമിൽ എല്ലാം ഓർമ്മ വരും. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യരുത്, ചുമ്മാ പുസ്തകം വായിച്ച് മണിക്കൂറുകളോളം സമയം കളയാതെ ഇതുപോലെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് സ്വയം ചോദ്യം ചോദിച്ച് പഠിക്കാം. അപ്പോൾ ഇതുപോലുള്ള സ്റ്റഡി ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.